ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ചില സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ നെഞ്ചിലേറ്റിയത് അനീഷിനെയും അനുമോളെയുമായിരുന്നു. എന്നാൽ അനീഷിനും അനുമോൾക്കുമല്ല ഈ സീസണിൽ കപ്പ്. അക്ബർ എന്ന് പറയുന്ന ഒരു പകയൻ, അക്ബറിന് കപ്പ് കിട്ടുമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചാരം നടക്കുന്നുണ്ട്. അത്തരത്തിൽ സംശയം ഉളവാക്കുന്ന ചില നീക്കങ്ങൾ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് പറയാതെ വയ്യ. ഏറ്റവും ഒടുവിൽ അനുമോളുടെ ഇന്നലത്തെ തുറന്നു പറച്ചിൽ, അത് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ, ഒളിച്ചു വെക്കാൻ ബിഗ് ബോസിന്റെ ആളുകൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, അക്ബർ എന്ന് പറയുന്ന ആ ഒരു പകയനെ തുടക്കം മുതൽ തന്നെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഓൻ നല്ലൊരു പ്ലെയർ ആണ്. ഓൻ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അത്യാവശ്യം കളിക്കുന്നുണ്ട്, ജെന്യൂനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, കുറച്ച് സമയം ബീൻവായി കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പകയനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. തുടക്കം മുതൽ തന്നെ ഓൻ ഇതുപോലെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ ഓന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ച് ഓന് താക്കീത് കൊടുക്കുന്നു. ഇനി മുമ്പ് അങ്ങനെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ അനുമോളുടെ തുറന്ന പറച്ചിലുകൾ. അനുമോൾ, നമുക്കറിയാം അനുമോളുടെ സ്ട്രാറ്റജി ഒരുപാട് എതിർപ്പുകളുള്ള സ്ട്രാറ്റജി ആണെങ്കിലും അനുമോൾ ഇന്നലെ തുറന്നു പറഞ്ഞ ആ ഒരു കാര്യം കണ്ടതിന് ശേഷം അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയന് കപ്പ് കിട്ടുമോ, അദ്ദേഹത്തിന് വലിയ തിരിച്ചടി. ആ ഒരു പകയന്റെ ആരാധകരെ ദുഃഖത്തിലാഴ്ത്തുന്ന ആ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ആരും ചെയ്യില്ല. ദയവ് ചെയ്ത് ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തത് പ്ലീസ്. അപ്പോൾ ആ ഒരു എന്താ പറയണ്ട, ഇവിടെ ആരും കാണാം. പുള്ളിക്ക് ഒരു വിചാരമുണ്ട്, പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല. പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. പോട്ടെ, ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ പുള്ളി ഈ ഒരു നോമിനേഷന് വന്നാലും പുള്ളി പോവില്ല എന്ന് പുള്ളി തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ബിഗ് ബോസിൽ ഷെയർ ചെയ്യുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അനുമോള് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിന് എതിര് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇത് തന്നെയാണ്. അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയനെ എവിക്ഷനിലൂടെ കൊണ്ടുപോയിട്ട് രാജകീയമായി അവനെ പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം രാജകീയമായി തന്നെ അകത്ത് കൊണ്ടുവന്ന് ടാസ്ക് ലെറ്റർ പോലെ വായിപ്പിച്ച് ഒരു വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ ആർക്കും അസ്വാഭാവിക തോന്നൂടെ. ഇതുപോലെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. അതിന് മാത്രം ഈ ഒരു പകയൻ അവിടെ എന്താണ് ചെയ്തത്? നല്ല കളിക്കാരനാണ്, പക്ഷെ ഈ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം. നേരെ മറുവശത്ത് അനീഷിനെ അനുമോളെയും എല്ലാ വീക്കെൻഡിലും ഏറിൽ കയറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു ഗുണ്ടായിസം പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അവന് എന്തും തോന്നിയ ദിവസം ഇവിടെ കാണിക്കാം. ബിഗ് ബോസും ലാലേട്ടനും ഒന്നും ഒരു വഴക്കും പറ്റില്ല. കാരണം ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും പാരന്റ്സും പറഞ്ഞിട്ടുണ്ട്, അവനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അവന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് അവന് ഇവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും അത് ബിഗ് ബോസ് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ സ്നേഹത്തോടു കൂടി. അപ്പൊ അത് മതി അവന് മുന്നോട്ട് ഇവിടെ ആരോടും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനും പിന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതായത് ഈ രീതിയിൽ ഒരു തുറന്നു പറച്ചിൽ വളരെ അഭികാമ്യമായിരുന്നു. പുറത്തും ഈ രീതിയിലൊരു ടോക്ക് ഉണ്ട്, അകത്തും ഈ രീതിയിലൊരു ടോക്ക് ഉണ്ടാവും. ഇനി അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഫൈനൽ 5-ൽ വന്നിട്ട് ഓന് 2-3 സ്ഥാനങ്ങൾ കിട്ടിയാൽ പോലും വലിയ രീതിയിലുള്ളൊരു നാണക്കേട് ബിഗ് ബോസിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസിന്റെ ഈ പറഞ്ഞ ആളുകൾക്ക് ചെറിയൊരു താല്പര്യം അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയനോട് ഉണ്ടായിരുന്നു. പക്ഷെ ഓന് ജനങ്ങളുടെ മനസ്സിലോട്ട് അത്രയും അധികം കയറി വോട്ടിങ്ങിൽ മുന്നിലെത്താൻ ഓന് സാധിക്കുന്നില്ല. നമ്മളെല്ലാം നെഞ്ചിലേറ്റിയ മറ്റൊരു പ്രമുഖ ബിഗ് ബോസ് റിവ്യൂവർ തന്നെ അക്ബറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നതെന്ന് കേൾക്കുക. അക്ബറിനൊക്കെ ഒരു പോൾ ഇട്ടാൽ പോലും 8% കൂടുതൽ വരുന്നില്ല. പിന്നെ ഇയാള് കപ്പ് ഒന്നാലോചിച്ച് നോക്കുക, കപ്പടിക്കുമെന്ന് പലരും പ്രചരിപ്പിക്കുന്ന അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഒരു പോളിട്ടാ പോലും 8% പോലും കിട്ടാത്തൊരവസ്ഥയിലാണെന്നാണ് രേവതി ചേച്ചി പറയുന്നത്. അതായത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഓനിക്കിനി എന്തൊക്കെ ബിഗ് ബോസിന്റെ അണിയർ പ്രവർത്തകർ ഹെൽപ്പ് ചെയ്താൽ പോലും ഓനിക്ക് വിജയിയാവാനുള്ള ഒരു ത്രാണിയില്ല. അതായത് വോട്ട് നേടിയെടുക്കാൻ ഓനിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ പാവ പോലുള്ള പ്ലാച്ചിയെ പോലുള്ള സ്ട്രാറ്റജി കൊണ്ടുവരാതിരുന്നതോ അല്ലെങ്കിൽ അനീഷിനെ പോലുള്ള സ്ട്രാറ്റജി ഒന്നും പുറത്തെടുക്കാതെ ഇരുന്നതാവാം ഓനിക്ക് വലിയ തിരിച്ചടിയായത്. ഇത്രയുമൊക്കെ ഓന് സൗകര്യം അവിടെ കിട്ടിയിട്ടും ഒരു എന്താ പറയാ വിജയ ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയനിക്ക് സാധിക്കുന്നില്ല.
എന്നാൽ തുടക്കം മുതൽ തന്നെ ഒരു ടാസ്കിലും ജയിച്ചില്ലെന്ന പരാതി കേൾക്കുന്ന, ഒന്നും ചെയ്തില്ല, വളരെ മോശം ഗെയിം കളിച്ചു, ഏറ്റവും മോശമാക്കി ഈ ബിഗ് ബോസ് സീസൺ മാറ്റിയെന്ന് പ്രമുഖ ബിഗ് ബോസ് റിവ്യൂവർ പോലും പറയുന്ന അനുമോളുടെ അവസ്ഥ. ഇപ്പോഴും പോളിംഗിലെല്ലാം അനുമോളാണ് മുന്നിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, അനീഷിനെയും കടത്തിവെട്ടി പല പോളിംഗുകളിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ബിഗ് ബോസ് കണ്ട ഏറ്റവും മോശമായ കണ്ടസ്റ്റന്റ് വലിയ രീതിയിലുള്ള ചർച്ച വരുമ്പോഴും അനുമോളുടെ ആ ഒരു കുതിപ്പിന് തടയിടാൻ ആർക്കും സാധിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? ടിക്കറ്റ് ഫിനാലെ. അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയനെ പുറത്ത് കൊണ്ടുപോയത് ചിലപ്പം ഓനോട് പറഞ്ഞു കൊടുത്താണ്, അനക്കിനി ഏക വഴി ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആണ്, അതിൽ ജയിച്ചു കഴിഞ്ഞിട്ട് വോട്ടിംഗ് ഇല്ലെങ്കിൽ കൂടി ഫൈനൽ 5 എത്താണ് ആ ഒരു പകയനോട് പറഞ്ഞു കൊടുത്താണ്. വേറെ നിവൃത്തിയില്ല. എന്നാൽ അവിടെയും മോനിക്ക് തിരിച്ചടിയാണ്. ഓൻ നല്ല രീതിയിൽ കളിക്കുന്നില്ല. ആര്യൻ ഖദോരിയും എന്തിനേറെ പറയുന്നു സാബുമോനുമാണ് 2ാം സ്ഥാനത്ത് നിന്ന്. ആലോചിച്ച് നോക്കുക, അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ 5ാം സ്ഥാനത്ത് കണ്ടു നിൽക്കുന്നത്. എനിവേ അവിടെയും ഈ പറഞ്ഞ അക്ബറിന് തിരിച്ചടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സ്വപ്നവും തകരുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അക്ബറിന്റെ ആരാധകർ പറയുന്നത് കീഴടക്കിയത് PR ഹൃദയങ്ങളല്ല, ജനഹൃദയങ്ങളാണ്. അക്ബറിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുക. ഇനി എന്തുകൊണ്ടാണ് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാനുള്ള സാധ്യത 99% ഉണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു അവസരം, ക്യാപ്റ്റൻസി, അതുകൂടെ കണ്ടിട്ട് അതിന്റെ റീസൺ പറയാം. ഇവര് 3 വിക്ടറാ. 3 പേരും ക്യാപ്റ്റന്മാർ. മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഒരാഴ്ച ഒരേ സമയം 3 ക്യാപ്റ്റന്മാർ. ഒന്നാലോചിക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയനോട് അത്തരത്തിലെങ്കിലും ഒരു ദയവായ്പ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോവും. ഓനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി 3 പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കുന്നു. ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഖദോരി ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3 പേരെയും ഒരുമിച്ച് ക്യാപ്റ്റൻ ആവുന്നു. എന്നാൽ ആളുകളുടെ വഴി കേൾക്കണ്ട എന്നുള്ളത് കൊണ്ട് അവിടെ നോമിനേഷനിൽ 3 പേരെ ഇടുന്നു. അതുകൊണ്ട് തന്നെ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയന് കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടെ തൊട്ട് മേലിലായിരുന്നു വോട്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ അക്ബറിന് നെവിനേക്കാൾ വോട്ട് കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ആഴ്ച പുറത്തു പോകുന്നത് മറ്റാരുമല്ല, അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയനാണ്. അങ്ങനെയെങ്കിൽ ഓനിക്ക് കൊടുത്ത വലിയൊരു ട്രിബ്യൂട്ട്, അതായത് ഈ ആഴ്ച പുറത്തു പോകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഓനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓനെ വിക്ടോറിയസി പുറത്തു കൊണ്ടുവന്നു, രാജകീയമായി തിരിച്ചു കൊണ്ടുവന്നു, ടാസ്ക് വായിപ്പിക്കുന്നു, ഓനിക്ക് ക്യാപ്റ്റൻ ആവാനുള്ള അവസരം കൊടുക്കുന്നു, ഓനിക്കെല്ലാം പൊടുന്നനെ വാരിക്കോരി കൊടുക്കുന്നു. കാരണം ഇനി ഓനിക്ക് അധികം ദിവസങ്ങൾ അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഓനിക്കൊരു വിഷമമാകണ്ട. കാരണം ഓനിക്ക് വോട്ടില്ലാത്തതാണ് ഇവിടുത്തെ വിഷയം. ഓന്റെ ഗെയിം അത്ര മോശമൊന്നുമല്ല, പക്ഷെ ഓനിക്ക് വോട്ടില്ല. ജിസൽ പുറത്തുപോയി നമ്മൾ കണ്ടതാണ്. ജിസലിനെ ആര്യൻ ഖദോരിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒഴിവാക്കിയതാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ജിസേൽ പുറത്തു പോയതുപോലെ അക്ബർ വോട്ടില്ലാത്തത് കൊണ്ട് ഈ ആഴ്ച പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ അക്ബറിന്റെ ആരാധകർക്ക് കനത്ത തിരിച്ചടി തന്നെയായിരിക്കാം ഈ ആഴ്ചയിൽ ഈ ഒരു എവിക്ഷൻ. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കഷ്ടപ്പെട്ടിട്ടും അനുമോളുടെ ആ ഒരു പടയോട്ടം തടുക്കാൻ ആർക്കും കഴിയുന്നില്ല. എങ്ങനെയാണ് അനുമോൾക്ക് ഈ രീതിയിൽ മുന്നേറാൻ സാധിച്ചത്? അനുമോളുടെ ഗെയിം നിങ്ങൾ അത്ര കണ്ട് നെഞ്ചിലേറ്റുകയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഒറ്റ ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തത് പ്ലീസ്, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.